നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ, അതായത് 2024 നവംബർ 11 ആ സ്ഥാനാരോഹണം നടന്നതിന് ശേഷം BJPക്ക് ചങ്കിടിപ്പ് ഏറെയാണ്. കൃത്യമായി പറഞ്ഞാൽ 2 ഇലക്ഷൻ വിധികൾ, അത് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയെ സംബന്ധിക്കുന്ന ഹർജി ഇതിനോടകം തന്നെ ഇന്ത്യ മുന്നണി കൃത്യമായി സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് കക്ഷി ചേർന്നിരിക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളിലെ നേതാക്കന്മാരും ഉണ്ട്. അഭിഷേക് മനു സിംഗ്വി കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒരേ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താതെ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരു ഘട്ടത്തിലും, രണ്ടാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടത്തിയതിന് പിന്നിൽ വലിയ കളികൾ ഉണ്ടായിരുന്നു. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ രീതിയിലും BJPയെ സഹായിക്കാനായിരുന്നു ജോലി എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ നീക്കുപോക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ BJPയുടെ ഏജന്റാണ് എന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല, തെളിവുകൾ നിരത്തിയാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ 288 നിയോജക മണ്ഡലങ്ങളിലും അട്ടിമറി നടന്നിരിക്കുന്നുവെന്നും അവിടെ അധിക വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നും 5.4 ലക്ഷം വോട്ട് എണ്ണിയതുമായി ബന്ധപ്പെട്ട് മീഡിയ പബ്ലിഷ് ചെയ്ത വാർത്തകൾ BJP നിരസിച്ചാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരസിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഉറപ്പിച്ച് പറയുന്നത്. മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 7.25% വോട്ടുകൾ, കൃത്യമായി പറഞ്ഞാൽ 7.83% അധിക വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നത് ഇലക്ഷൻ വെബ്സൈറ്റിലെ ഏറ്റവും വലിയ പച്ചക്കള്ളമാണ് എന്നും ഇതുവഴിയാണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി പ്രധാനമായും ഉണ്ടായതെന്നും ഈ വോട്ടുകൾ അധികമായി ചെയ്യപ്പെട്ടത് EVM ഹാക്കിംഗ് വഴിയാണെന്നും കൃത്യമായി ആരോപിച്ചിരിക്കുന്നു. ഇതോടുകൂടി മഹായൂതി സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. EVM അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ കൃത്രിമത്വം കാട്ടി എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ മുഖ്യ ആരോപണം. ഇന്ത്യ മുന്നണി പറയുന്നത്, ജാർഖണ്ഡിലും ജമ്മു ആൻഡ് കാശ്മീരിലും ഞങ്ങൾ ജയിക്കുമ്പോഴും ഞങ്ങൾ ഒരിക്കലും EVMനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് പേപ്പർ ബാലറ്റ് സംവിധാനമാണ്. അതിൽ കൃത്യതയാർന്ന കണക്കുകൾ അറിയാൻ പറ്റും. ഞങ്ങൾക്ക് അത്രയും വേണ്ടൂ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യപരമായി ഇവിടെ പ്രചരണം നടത്താൻ കഴിയുന്നതും അതിനോടൊപ്പം തന്നെ ഈ കള്ളക്കളിയില്ലാത്ത, അതായത് അഴിമതി രഹിതമായിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയ നടക്കേണ്ടതുമാണ്. കാരണം ജനങ്ങൾ അവരുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ 5 കൊല്ലത്തേക്കാണ് അവരുമായി സംസർഗം പുലർത്തേണ്ടത്, അവരുമായി ഇടപെടേണ്ടത്. ആ ഇടപഴകൽ വലിയ തോതിൽ നടന്നില്ലെങ്കിൽ ജനങ്ങൾ പൊറുതിമുട്ടും. BJP ഇവിടെ കളിക്കുന്നത് രാഷ്ട്രം തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കളികളാണ്. അത് നടത്തരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ രീതിയിൽ അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ BJP വട്ടം കൂട്ടുന്നത് അതിനു വേണ്ടിയാണ്. ആ ബിൽ പാസ്സാക്കാൻ ഒരു രീതിയിലും സമ്മതിക്കരുത് എന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്.